എതിരെ പരാതി നൽകി സഹയാത്രിക വീഡിയോയിലൂടെ തന്റെ മുഖം വെളിപ്പെടുത്തിയതിനാണ് പരാതി നൽകിയത്. കേസിന്റെ ഭാഗമായി അന്വേഷണം വരികയാണെങ്കിൽ എല്ലാം തുറന്നു പറയാൻ തയ്യാറെന്നും യുവതി വ്യക്തമാക്കി. അജി കുഞ്ഞുമോൻ വിവരങ്ങളും ചേരുന്നു. അങ്ങനെ സംജിതയ്ക്കെതിരെയുണ്ട് ഈ പുതിയൊരു കേസും വന്നിരിക്കുകയാണ്. അത് അവർക്ക് അങ്ങനെ തന്നെ വേണം. ഇത് കണക്ക് ബാക്കിയുള്ളവരുടെ ഓരോ അഭിപ്രായം ചോദിക്കാതെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കരിവാരി തേക്കാൻ വേണ്ടിയുണ്ടെങ്കിൽ ഇത് കണക്കുള്ള ഓരോരോ വീഡിയോസ് എടുത്ത് ഓരോ പാവങ്ങളെ കൊന്നതിന് ഇത് തന്നെ വേണം. ഇപ്പോൾ ഇത് കണക്ക് തന്നെയാണ് നമ്മുടെ അധികാരം അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിക്കാതെ ഒരു കാര്യമില്ലാതെ ഇത് കണക്ക് വീഡിയോ എടുത്തതിനുണ്ടെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി ഉണ്ടെങ്കിൽ ഇത് കണക്ക് കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇത് കണക്കുണ്ടെങ്കിൽ ആ ബസ്സിലുള്ള മിക്ക ആൾക്കാരും കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണക്കത്തുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കുക. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇത് കണക്കൊരു ഇഷ്യൂ നടക്കുമ്പോൾ അത് എടുക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് കണക്ക് ഫെയിമിന് വേണ്ടി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഭയങ്കരമായിട്ട് വൈറലായിട്ട് പോകാൻ വേണ്ടി ഇത് കണക്കത്തുള്ള കാര്യങ്ങൾ കാണിക്കുന്നവർക്കെതിരെ ഇങ്ങനെ തന്നെ വേണം. ഇനി ഇങ്ങനത്തുള്ളൊരു ട്രെൻഡ് കാരണം അല്ലെങ്കിൽ കുറച്ച് സോഷ്യൽ മീഡിയ ഭയങ്കര വൈറലാവാൻ വേണ്ടി ആരും ഇതേ കണത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യാൻ ആരെങ്കിലും തീരുമാനിച്ചാൽ വിചാരിച്ചാൽ പോലും ഇതേ കണത്തുള്ള കാര്യങ്ങൾ ഓർമ്മ വരണം. ഇത് കാരണം ബാധിക്കപ്പെടുന്നവരോ അല്ലെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുന്നോ അവർ ഇത് വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഈ വീഡിയോ നമുക്ക് കണ്ടാൽ തന്നെ അറിയുന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത് തന്നെയാണ് ഇതേ കണത്തുള്ള കാര്യങ്ങൾ. അങ്ങനത്തുള്ള ഇവർക്ക് ഇതേ കണത്തുള്ള പണി വേണം. ഇനി ഇതേ കണത്തുള്ള വേറെ ഏതെങ്കിലും കേസ് വന്നാൽ അതും കൂടെ കുറച്ച് നല്ലതായിരിക്കും. ഇത് എവളെ ഇനി വെളിയിൽ വിടാനേ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.